ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അടുക്കളമ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് തൃശ്ശൂർ ജില്ലയിലെ കല്ലേറ്റിങ്കര ജുമാ മസ്ജിദിനടുത്തുള്ള പ്ലാന്റ്സ് പാർക്കിലെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെയും അതുപോലെ തന്നെ ഫലവൃക്ഷ തൈകളുടെയും കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പ്ലാന്റ്സ് പാർക്കിലെ തന്നെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഓരോരോ സെക്ഷൻസ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഒത്തിരി അഗ്ലോണിമകൾ കാണാനുണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്ന അഗ്ലോണിമകളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഗ്രീനും അതുപോലെ തന്നെ വൈറ്റ്, പിങ്ക്, ലൈറ്റായിട്ടൊരു യെല്ലോ ഷെയ്ഡും കൂടി വന്നിട്ടുള്ള അഗ്ലോണിമയുടെ കളക്ഷനുകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇവിടെ അഗ്ലോണിമയുടെ ഒരുപാട് കളക്ഷനുകളുണ്ട്. അതിലൊരു മോഡലാണ് നമ്മൾ ഈ കണ്ടത്. അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് മറ്റൊരു മോഡൽ കാണാൻ സാധിക്കുന്നതാണ് ഇത് ഡാർക്കായിട്ട് പിങ്ക്, നേരത്തെ കണ്ടതിനൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചധികം പിങ്ക് ഷെയ്ഡ് കയറി വരുന്ന ഒരു ടൈപ്പ് അഗ്ലോണിമകളാണ്. അപ്പോൾ ഇവിടെ അഗ്ലോണിമകളുടെ റേറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 100 രൂപ മുതലാണ് കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി പിങ്കിഷ് കളറുള്ള അഗ്ലോണിമയാണ്. ഇതല്ലാതെ ഇനി ഒരുപാട് ഐറ്റംസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതേ ഇവിടെ നോക്കിയാൽ ഒരുപാട് പിങ്ക് അഗ്ലോണിമകളുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിച്ചായിരുന്നു എവിടെ നിന്നാണ് നമുക്ക് പിങ്ക് അഗ്ലോണിമകളൊക്കെ കിട്ടാന്നുള്ളത്. പിങ്ക് അഗ്ലോണിമയുടെ ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ പിങ്ക് അഗ്ലോണിമ അന്വേഷിച്ച് നടക്കുന്നവരൊക്കെ വേഗം ഇങ്ങോട്ട് പോകുന്നേക്ക് കേട്ടോ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കല്ലേറ്റിങ്കരയ്ക്ക് അടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് ഉള്ളത്. ഇത് ഇവിടെ ഇങ്ങനെ ഈ ലൈറ്റ് അധികം കിട്ടാതിരിക്കുന്നതുകൊണ്ടാണ് ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഗ്രീൻ കളർ വരുന്നത്. ഇത് നല്ല ലൈറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് നല്ല ലൈറ്റിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫുള്ള് സൈഡിലുള്ള ഗ്രീനൊക്കെ പോയിട്ട് ഫുള്ള് പിങ്ക് കളറായി മാറും. ഇതൊക്കെ അഗ്ലോണിമയുടെ തന്നെ പല വെറൈറ്റികളാണ് കേട്ടോ. ഇത് അഗ്ലോണിമയിൽ തന്നെ വൈറ്റ് സ്റ്റെമ്മും ലോങ് ഗ്രീൻ ലീഫും വരുന്ന ഒരു ടൈപ്പ് അഗ്ലോണിമയാട്ടോ വരുന്നത്. പ്യുവർ വൈറ്റ് അല്ല സ്റ്റെമ്മ്, എന്നാലും വൈറ്റ് സ്റ്റെം നമുക്ക് പറയാം. നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്, അതായത് പിങ്ക് അഗ്ലോണിമാസ് ഒക്കെ ഇവിടെ ഒത്തിരി ഉണ്ട്. ഇത് നല്ല ഷെയ്ഡ്, ഇപ്പോൾ ഷെയ്ഡിലല്ല ഇരിക്കുന്നത്. ഇത് നല്ല ലൈറ്റിൽ വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുള്ള് ഗ്രീൻ പോയി ഫുള്ള് പിങ്ക് ആയിട്ട് നല്ല കളറിൽ വരും കേട്ടോ. ഇത് മറ്റൊരു ടൈപ്പ് അഗ്ലോണിമയാണ്. അതുപോലെ തന്നെ ദേ ഇത് അഗ്ലോണിമയിൽ തന്നെയുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ ഈ കാണുന്നതൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി കലാത്തിയകളുണ്ട് കേട്ടോ. അതെ, ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഒരു ടൈപ്പ് കലാത്തിയാണ്. ഇച്ചിരി ഡാർക്ക് ലീഫ് വന്നിട്ട് അതുമ്മ ഒരു വയലറ്റ് ഷെയ്ഡൊക്കെ വന്നിട്ടുള്ള ഒരു മോഡൽ കലാത്തിയാണ് നമ്മൾ കാണുന്നത്. ഇതിലെ തന്നെ ഗ്രീനിഷ് ഷെയ്ഡ് കൂടുതലുള്ളതും ഉണ്ട് കേട്ടോ. ദേ ഇത് മറ്റൊരു ടൈപ്പ് കലാത്തിയ വരുന്നതാണ്. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കോമ്പിനേഷനിൽ വരുന്നത്. ഈ കാണുന്നത് കലാത്തിയയുടെ തന്നെ ന്യൂ മരാന്ത എന്ന് അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. അതായത് കുറച്ചും കൂടി പിങ്കിഷ് ഷെയ്ഡൊക്കെ കൂടി വന്നിട്ടുള്ളതാട്ടോ. ഗ്രീനും വൈറ്റും അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറും വന്നിട്ടുള്ള ഒരു ടൈപ്പ് കലാത്തിയാണ് ഈ കാണുന്നത്. ഇത് ഇത്തിരി അധികം ആളുകൾ ഇത് ചോദിച്ചു വരുന്നൊരു സംഭവമാണ് ഈ കാണുന്നത്. നമ്മളധികം എവിടെയും അങ്ങനെ കാണാറുണ്ട് എനിക്ക് കൂടി 1-2 നമുക്ക് കിട്ടാറുള്ളൂ. ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതിൻ്റെ. ഇത് കലാത്തിയയിലെ തന്നെ ജിഞ്ചർ ലീഫ് എന്ന് അറിയപ്പെടുന്ന ഒരു കലാത്തിയയുടെ മോഡലാണ്. അപ്പോൾ ഇവിടെ കലാത്തിയയുടെ റേറ്റൊക്കെ 200 രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒത്തിരി കലാത്തിയയുടെ മോഡൽസ് ഉണ്ട്. 200 രൂപ മുതൽ അതിൻ്റെ റേറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. കുറച്ചും കൂടി സിൽവർ ലീഫുകൾ വരുന്ന തരത്തിലുള്ള കലാത്തിയകളാട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ. ഇവിടെ പിന്നെ എടുത്ത് പറയത്തക്ക രീതിയിലുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കാക്ടസിൻ്റെ സക്കുലൻസിൻ്റെ കളക്ഷനുകളുണ്ട് കേട്ടോ. ഒത്തിരി എന്ന് പറഞ്ഞാൽ പോരാ, ഇഷ്ടം പോലെ കാക്ടസിൻ്റെ സക്കുലൻസിൻ്റെ കളക്ഷനുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതേ നമുക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും പലതരത്തിലുള്ള ഹവാത്തിയയുടെ പല പല മോഡൽസ്. അതിൻ്റെ ഇടയിൽ കാക്ടസുകൾ വരുന്നുണ്ട്. പിന്നെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 100 രൂപ മുതലാണ് കേട്ടോ. ഇതെല്ലാം ഹവാത്തിയയുടെ പല പല മോഡൽസാണ്. പിന്നെ ഈ വരുന്നതൊക്കെ കാക്ടസുകളാണ്. അതുപോലെ തന്നെ അതിവിടെ ബ്രോമിലിയാഡിൻ്റെ പ്ലാന്റ്സും ഉണ്ട്. ഈ കാണുന്നതൊക്കെ 3 കാക്ടസുകളാണ്. അതായത് 2 ടൈപ്പ് കാക്ടസുകൾ ജോയിൻ ചെയ്ത് വരുന്ന സംഭവങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് കളറിൽ പൂവ് നിൽക്കണ പോലെ ഇതിങ്ങനെ കാണും.
നമ്മളുടെ ഈ പ്ലാന്റ്സ് പാർക്കിലെ തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സിന് ഫ്രൂട്ട് പ്ലാന്റ്സിന് വീഡിയോ ആണ് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തത്. അപ്പോൾ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മൾ മെയിനായിട്ട് ഇവിടെ ഒത്തിരി അഡേനിയംസ് ഉണ്ട്. പല കളറിലുള്ള വെറൈറ്റി അഡേനിയംസ് ഇവിടെ നമുക്ക് 100 രൂപ മുതൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ബൊഗേൻവില്ലകളും ഒത്തിരി തരത്തിലുള്ള നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അതെന്തായാലും പോയി ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഇതൊക്കെ വെരിഗേറ്റഡ് റബ്ബർ പ്ലാന്റിൻ്റെ പ്ലാന്റ്സ് ആട്ടോ. ഈ കാണുന്നതൊക്കെ സെൻസോവേരിയയുടെ യെല്ലോ ബോർഡർ വരുന്ന സെൻസോവേരിയയുടെ മോഡൽസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം തന്നെ സെൻസോവേരിയയുടെ മിനിയേച്ചർ മോഡലുകൾ വരുന്നതാണ്. ക്രിപ്റ്റാന്തസിൻ്റെ ഒരു മോഡലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫിലോഡെൻഡ്രോൻ്റെ ഒരു വെറൈറ്റി കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. മണി പ്ലാന്റ് നല്ല രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എൻജോയ് പോത്തോസ് അവൈലബിൾ ആണ് കേട്ടോ. അതിങ്ങനെ ചെറിയ കപ്പിലും കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്തതും ഉണ്ട്. ഇത് ചെറിയ കപ്പിലുള്ള എൻജോയ് പോത്തോസുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ ഇവിടെ 2 ടൈപ്പ് ഫിലോഡെൻഡ്രോൺ കാണുന്നുണ്ട്. ഇത് ഫിലോഡെൻഡ്രോൺ ശരിക്കും സെമി ഇൻഡോർ ആയിട്ട് നമുക്ക് വെക്കാം, ഇൻഡോർ ആയിട്ട് വേണമെങ്കിൽ വെക്കാം, അതല്ലെങ്കിൽ പുറത്ത് വേണമെങ്കിൽ വെക്കാം. ഇത് രണ്ടും ക്ലൈമ്പിംഗ് ആയിട്ടുള്ള മോഡൽസ് ആട്ടോ വരുന്നത്. ഇത് കുറച്ചുകൂടെ കട്ടിങ്സ് ഒക്കെ സൈഡിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് സിൽവർ പോത്തോസ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് എല്ലാ തരത്തിലുള്ള പോത്തോസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് സ്വീറ്റ് പൊട്ടാറ്റോയുടെ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ മാർബിൾ പോത്തോസുകളാണ്. പിങ്ക് അഗ്ലോണിമ പോലെ തന്നെ എല്ലാവരും ചോയ്സ് നടക്കുന്ന ഒരു ഐറ്റമാണ് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് സിസി പ്ലാന്റ്സ്. ദേ ഇവിടെ ബ്ലാക്ക് സിസി പ്ലാന്റ്സിൻ്റെ അടിപൊളി വലിയ പ്ലാന്റ്സുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതേ കാണുന്നില്ലേ, അത് സ്റ്റാർട്ടിങ്ങിൽ ഇല വരുമ്പോൾ നമുക്കിങ്ങനെ ഗ്രീൻ ആയിരിക്കും, പക്ഷെ അത് മെച്യൂർഡ് ആകുമ്പോഴാണ് നമുക്കിങ്ങനെ ബ്ലാക്ക് കളർ കയറി വരുന്നത്. ഇവിടെ സിസി പ്ലാന്റിൻ്റെ ഒത്തിരി കളക്ഷനുകളുണ്ട് കേട്ടോ. അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇത് ബേർഡ് നെസ്റ്റ് ഫാൻ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് കോബ്ര ഫേൺ ആണ് കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ പെപ്രോമിയയുടെ പല വെറൈറ്റികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ജേഡിൻ്റെ പ്ലാന്റ്സ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫിലോഡെൻഡ്രോൻ്റെ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ടൈപ്പ് സിങ്കോണിയത്തിൻ്റെ പ്ലാന്റ്സും അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഇടയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഗ്രീൻ മാത്രമായിട്ടുള്ളതുണ്ട്, കുറച്ച് വൈറ്റ് ഷെയ്ഡുകൾ കൂടി വരുന്നതുണ്ട്, ഇച്ചിരി പിങ്കിഷ് ഷെയ്ഡൊക്കെ ഇടകലർന്നിട്ടുള്ള സിങ്കോണിയൻസ് ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. ഇവിടെ ബോൺസായി ടൈപ്പ് ആക്കി വെച്ചേക്കണ ഫൈക്കസിൻ്റെ പ്ലാന്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ഏജുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അതായത് കടഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല ഏജുള്ള പ്ലാന്റ് ആണ്. അതിങ്ങനെ ബോൺസായി ആക്കി വെച്ചേക്കാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ മോൺസ്റ്റേറകളാണ്. അപ്പോൾ മോൺസ്റ്റേറയുടെ വെറൈറ്റി ഇപ്പോൾ എല്ലാവരും ചോദിച്ച് നടക്കുന്ന ഐറ്റംസ് ആണല്ലോ അല്ലേ. ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മോൺസ്റ്റേറയുടെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതേ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ വരുന്നത്. മിനിയേച്ചർ മോഡലിൽ നിൽക്കുന്ന സ്നേക്ക് പ്ലാന്റിൻ്റെ ഗ്രീൻ മാത്രമായിട്ടുള്ള പ്ലാന്റാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത് മിൽക്കി ബാംബുവിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ. അത് നമുക്ക് ഇൻഡോർ ആയിട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അധികം ലൈറ്റ്സൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷെയ്ഡ്സൊക്കെ പോയിട്ട് കുറച്ചുകൂടി ലൈറ്റ് കളറുകളായിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെ അലോക്കേഷ്യയുടെ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട്. ഇത് ഒരുപാട് വലിയ വലുപ്പത്തിലുള്ള അലോക്കേഷ്യയുടെ പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ കാണുന്നത്. ഈ കണ്ടില്ലേ. ഇനി ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ചെറിയ മോഡലുണ്ട്, മിനിയേച്ചർ മോഡലും ഇവിടെ തന്നെയുണ്ട്.
ഇവിടെ അതുപോലെ തന്നെ ഒത്തിരി ഹാങ്ങിങ് പ്ലാന്റ്സുകളുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഈ ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകളാണ്. പലതരത്തിലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. എവർഗ്രീൻ ടേർട്ടിൽ വെയിൻ, അതുപോലെ തന്നെ കലീസിയ റെപ്പൻസ്, പിന്നെ ജേഡ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള പോത്തോസ്, സിൽവർ പോത്തോസ് ആയാലും അതുപോലെ തന്നെ ഗോൾഡൻ പോത്തോസ് ആയാലും എൻജോയ് പോത്തോസ് ആയാലും അങ്ങനെ എല്ലാ തരത്തിലുള്ള പോത്തോസും എല്ലാം നമുക്കിവിടെ ഹാങ്ങിങ് ബോർഡിൽ ഫുള്ളി സെറ്റ് ചെയ്തത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം 100 രൂപ മുതലാണ് ഈ ഹാങ്ങിങ് ബോർഡ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഇവിടെ സെയിൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു അടിപൊളി ഹോയർ പ്ലാന്റ് ഹാങ്ങിങ് ബോർഡിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കറിയാം ഒരു നല്ല വലുപ്പത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലവർ ഇല്ല, ഇതുമേ ഫ്ലവർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. ഇതൊരു ടൈപ്പ് സെക്കുലൻ്റ് ആട്ടോ വരുന്നത്, ഹാങ്ങിങ് സെക്കുലൻ്റ് ആണത്. ഇത് പെഡിലാന്തസ് ആണ്, അതുപോലെ തന്നെ ടാങ്കിൾഡ് ഹേർട്ട്, പിന്നെ ഒത്തിരി ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അതേ സിൽവർ പോത്തോസിൻ്റെ കാണുന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള എപ്പിസിയകളുടെ പല വെറൈറ്റീസും ഇവിടെ ഹാങ്ങിങ് ബോർഡിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് സ്പൈഡർ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. ഈ കാണുന്നതൊക്കെ ഹോയേരെ പലതരത്തിലുള്ള പ്ലാന്റ്സുകളാണ്. പല കളറിലുള്ള പ്ലാന്റ്സിൻ്റെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പ്ലാന്റ്സുകൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഓരോന്ന് നോക്കാം. ദേ ഇവിടെ നിറയെ വെർട്ടിക്കൽ ഗാർഡൻ്റെ പ്ലാന്റ്സുകൾ കാണാനുണ്ട്. ഇതെല്ലാം വെർട്ടിക്കൽ ഗാർഡൻ്റെ പ്ലാന്റ്സുകളാണ്. പലതരത്തിലുള്ള പ്ലാന്റ്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതെ ചെറിയ ചെറിയ കവറുകളിലാക്കിയിട്ട് ഇതെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് തൊട്ടപ്പുറത്തും കാണാൻ പറ്റും വെർട്ടിക്കൽ ഗാർഡൻ്റെ പ്ലാന്റ്സ്. അതിൻ്റെ അപ്പുറത്ത് ആ ഏറ്റത്ത് നിൽക്കുന്നതാണ് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ് ആ നിൽക്കുന്നത്. അതുപോലെ തന്നെ അഡേനിയംസ്, പല ടൈപ്പ് അഡേനിയംസിൻ്റെ ഇഷ്ടം പോലെ പ്ലാന്റ്സുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഔട്ട്ഡോർ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇലകളൊക്കെ കാണാൻ. ഇത് നൈസായിട്ടുണ്ടല്ലേ ഇലകളൊക്കെ കാണാനായിട്ട്. ഇത് മറ്റേ നന്ദ്യാർവട്ടില്ലേ അതിൻ്റെ വേറൊരു ടൈപ്പാണ്. യെല്ലോ ഇലകൾ വന്നിട്ട് ചെറിയ മിനിയേച്ചറായി നിൽക്കുന്നത്. അതുപോലെ അത് ഇവിടെ നോക്കിയത് ഫുള്ള് അരേലിയകളാണ് കേട്ടോ. അതേ നോക്കിയേ വെച്ചേക്കണത്. അതിങ്ങനെ നല്ല ലൈറ്റിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ മേലെയുള്ള കൂമ്പലകളൊക്കെ നല്ല ഗോൾഡൻ ആയിട്ട് വരും. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും പല ടൈപ്പ് നന്ദ്യാർവട്ടത്തിൻ്റെ പല ടൈപ്പ് ഉണ്ട്. ഗ്രീൻ ലീഫ്, യെല്ലോ ലീഫ്, അങ്ങനെ പല ടൈപ്പ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ യുജീനിയയുടെ പല പ്ലാന്റ്സ് ആണ്. അത് വെരിഗേറ്റഡ് പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. യുജീനിയയുടെ പല പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഉണ്ട് കേട്ടോ. വെള്ള, അതുപോലെ തന്നെ ഫ്ലവർ ഇല്ലാന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ എല്ലാ കളർ ഫ്ലവറിൻ്റെയും ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് കല്ലേറ്റുംകര ജുമാ മസ്ജിദിനടുത്തുള്ള പ്ലാന്റ്സ് പാർക്കിലെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെയും അതുപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെയും വീഡിയോ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ അതാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അത് കാണാത്തവർ അതെന്തായാലും പോയി കാണണം. ഇന്നത്തെ വീഡിയോയിൽ അവരുടെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ് നമ്മൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.